ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത മുറിവുകളും അവസ്മരണീയമായ നേട്ടങ്ങളും കണ്ണീരിന്റെയും കലാപത്തിന്റെയും വിജയത്തിന്റെയും വർഷമായിരുന്നു 2025. ജനനായകൻ VS അച്യുതാനന്ദന്റെ വിയോഗവും സാഹിത്യ സിനിമാ പ്രതിഭകളുടെ നഷ്ടവും കേരളത്തെ ദുഃഖത്തിലാഴ്ത്തി. അതേസമയം രാഷ്ട്രീയ പോരാട്ടങ്ങളും വിവാദങ്ങളും സമരങ്ങളും അവസാനമില്ലാതെ തുടർന്നു. സമാധിയിൽ തുടങ്ങിയ 2025 തുടക്കത്തിൽ കേരളം ഉറ്റുനോക്കിയത് നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയിലേക്കാണ്. മരിച്ചു എന്നറിയാതെ അടക്കം ചെയ്ത മൃതദേഹം പോലീസ് പുറത്തെടുക്കുമ്പോൾ സമാധി എന്ന വാക്ക് തന്നെ കേരളം വീണ്ടും പഠിച്ചു. 266 ദിവസത്തെ ആശാ പോരാട്ടം. മാസം 7000 രൂപയുമായി ജീവിക്കുന്ന ആശാ വർക്കർമാർക്ക് 21,000 രൂപ ആവശ്യപ്പെട്ട് 266 ദിവസം സമരച്ചൂടിൽ നിൽക്കുകയായിരുന്നു. മുടിമുറിച്ചു, നിരാഹാരമിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലും അവരുടെ വേദന കൊണ്ട് കത്തിയെരിഞ്ഞു. അവസാനം 7000-ൽ നിന്ന് 8,000 രൂപ വേതനം നൽകാമെന്നും വിരമിക്കൽ പ്രായം 62 ആക്കാമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ പോരാട്ടം ഇതോടെ തീർന്നില്ല. സ്വന്തം മണ്ണിനായുള്ള പോരാട്ടം, വഖഫ് ഭൂമി വിവാദം മുനമ്പത്തെ ജനങ്ങളെ തെരുവിലിറക്കി. വീടിനും ഭൂമിക്കും വേണ്ടി വർഷങ്ങളായി കോടതിയും സമരവും. സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ഇപ്പോൾ കേരളം ആ വിധിയെ കാത്തിരിക്കുകയാണ്. വനിതാ റാങ്ക് ഹോൾഡർമാരുടെ കണ്ണീരും രക്തവും. പ്ലാവിലെ തൊപ്പി ധരിച്ചും രക്തത്തിൽ പ്ലക്കാർഡ് എഴുതിയും കൈകാലികൾ ബന്ധിച്ചും തലസ്ഥാനത്ത് വനിതകൾ ചോദിച്ചു, ഞങ്ങൾക്ക് ജോലി വേണം. റാങ്ക് ലിസ്റ്റ് തീർന്നു, സ്വപ്നങ്ങളും ഒപ്പം. PV അൻവർ പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പാർട്ടി വിട്ടു. MLA സ്ഥാനം രാജിവെച്ചു. സ്വന്തം പാർട്ടി രൂപീകരിച്ചു. അവസാനം നിലമ്പൂർ UDF നേടി. വർഷാവസാനം അൻവർ ഇനിയും UDF-ലേക്കാണോ? ഹൂ കെയർസ്? ലൈംഗിക പീഡനം, ഗർഭഛിദ്രം വിവാദങ്ങൾ. കേസുണ്ടോ, പരാതിയുണ്ടോ എന്ന ചോദ്യം കേരളത്തെ കുലുക്കി. ഒടുവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. കോടതി ജാമ്യം ഒളിവ്. 2025 കേരളം കണ്ട നേതാവിന്റെ രാഷ്ട്രീയ വീഴ്ച. ശബരിമല. സ്വർണം, വിശ്വാസം, അന്വേഷണം. സ്വർണം പൂശാനെന്ന് പറഞ്ഞ് ശബരിമലയുടെ വാതിലും ശില്പങ്ങളും പുറത്തേക്ക് കടത്തി ഉരുക്കി കവർന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറസ്റ്റിൽ. ED, SIT, CBI ഇന്ത്യ മുഴുവൻ ശബരിമലയിലേക്ക് നോക്കി. കടലിൽ കത്തിയ കേരളം. കപ്പൽ അപകടങ്ങൾ കടലിൽ വിഷം പടർത്തി. കോടതിയുടെ ഉത്തരവ്. 1227 കോടി രൂപയുടെ ഡെപ്പോസിറ്റ്. കടൽ പോലും 2025 സുരക്ഷിതമായിരുന്നില്ല. കോടതിയുടെ വിധികൾ. പെരിയ ഇരട്ടക്കൊല. CPM നേതാക്കൾക്ക് ജീവപര്യന്തം. ഷാരൂൺ കേസ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നടിയെ ആക്രമിച്ച കേസ്. പൾസർ സുനിക്കും സംഘത്തിനും 20 വർഷം തടവ്. ദിലീപ് കുറ്റവിമുക്തൻ. കേരളം നീതിയെ ഉറ്റുനോക്കി. 2025 കേരളത്തിന്റെ നേട്ടങ്ങൾ. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ഡിജിറ്റൽ സാക്ഷാത്കാരയിൽ ഇന്ത്യ 1ാമത്. സ്വച്ഛ് റാങ്കിൽ റെക്കോർഡ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. വിഴിഞ്ഞം തുറമുഖം നിക്ഷേപ സംഗമം. 2025 വിയോഗങ്ങൾ. VS അച്യുതാനന്ദൻ, MK സാനു, P ജയചന്ദ്രൻ, ഷാജി N കരുൺ, ശ്രീനിവാസൻ, ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 വിട പറഞ്ഞു. കേരളത്തിന്റെ വർത്തമാനകാല ചരിത്രത്തിൽ 2025 കേരളത്തിനൊരു വർഷമായിരുന്നില്ല, ഒരു അനുഭവമായിരുന്നു. കണ്ണീരും കലാപവും വിശ്വാസവും രാഷ്ട്രീയവും നേട്ടവും നഷ്ടവും ഒരുമിച്ച് നടന്ന ഒരു വർഷം. ന്യൂസ് ഡെസ്ക്, സെറ്റ്കോ ന്യൂസ്.